ബഹുമാന്യരെ, നമ്മുടെ സ്റ്റുഡിയോയിൽ ഇന്ന് ഡോക്ടർ സഞ്ജയ് സന്ധ്യാവ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഡോക്ടറെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ചും മറ്റൊട്ടനവധി കാര്യങ്ങളും നമുക്ക് ഡോക്ടറോട് ചോദിച്ചറിയാം. ഡോക്ടർ സഞ്ജയ്, റേഡിയോ നെയ്തലിൻ്റെ ശ്രോതാക്കളുടെ നാമത്തിൽ ഈ സ്റ്റുഡിയോയിലേക്ക് അങ്ങയെ സ്വാഗതം ചെയ്യും. താങ്ക് യു സാർ. ഡോക്ടറുടെ യഥാർത്ഥത്തിലുള്ള പേര് ഞാൻ പറഞ്ഞത് കറക്റ്റാണോ? അതെ, സഞ്ജയ് സന്ധ്യാവ്. സഞ്ജയ് സന്ധ്യാവ്, ഓക്കെ. ഡോക്ടർ എവിടെയാണ് പഠിച്ചൊക്കെ തുടങ്ങിയത്? ഞാൻ +2 പഠനം നടത്തിയത് ഇവിടെ ലിയോ 13 സീനിയർ സെക്കൻഡറി സ്കൂളിലാണ്. അത് ശരി. +2 കഴിഞ്ഞിട്ട് എനിക്ക് MBBS അഡ്മിഷൻ എയിംസ് ഭുവനേശ്വറിലായിരുന്നു. അതെ, അത് ശരി. അവിടെ 2013 ബാച്ചാണ് ഞാൻ. 2013 സ്റ്റാർട്ട് ചെയ്ത് 17 കഴിഞ്ഞു. 18 ഇന്റേൺഷിപ്പും ഹൗസ് സർജൻസിയും കഴിഞ്ഞതിന് ശേഷം ഞാൻ MD പ്രിപ്പറേഷൻ ആയിരുന്നു. അതിനുശേഷം എയിംസ് ജോധ്പൂരിൽ MD റേഡിയേഷൻ ഓങ്കോളജിയിലാണ് ചെയ്തത്. ക്യാൻസർ സ്പെഷ്യലിസ്റ്റ്. ഇപ്പോൾ കറന്റ്ലി ഞാൻ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് എയിംസ് കൽക്കട്ടയിൽ. അതെ, കൽക്കട്ടയിൽ. ഈ ക്യാൻസർ ഇങ്ങനെ ആ വിഷയം സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഉണ്ട്. അതായത് നല്ല ഒരുപാട് ഡോക്ടേഴ്സ് ഇല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഓങ്കോളജി. അപ്പോൾ കേരളത്തിലാണ് ഓങ്കോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഭയങ്കരമായിട്ടും എസ്റ്റാബ്ലിഷ് ആയി. ഒരുപാട് റോൾ മോഡൽസ് ഉണ്ട്. ലൈക്ക് നമ്മുടെ ഗംഗാധരൻ സാറ്. അപ്പൊ സാറിന്റെ ഒക്കെ ഒരു വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നമ്മൾ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പബ്ലിക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇൻ ഡെപ്ത് പോയി ആൾക്കാരെ വീട്ടിൽ പോയി വിസിറ്റ് ചെയ്ത് കാണുക. അപ്പൊ അതൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. പിന്നീട് കേരളത്തിൽ നല്ല രീതിയിലും പാലിയേറ്റീവ് കെയറും ഒരുപാട് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഞാൻ ജനിച്ച ഹോസ്പിറ്റല് അസീസി ഹോസ്പിറ്റലാണ്. അതൊരു പാലിയേറ്റീവ് സെന്റർ ആണ്. അപ്പൊ അവിടെ ഞാൻ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടുത്തെ ആൾക്കാരുടെ സഫറിങ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഓങ്കോളജിയിൽ ഒരു കൂടുതൽ പഠിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ വിഷയം സെലക്ട് ചെയ്തത്. ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടറിനെ MBBS കിട്ടിയപ്പോഴും പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടിയപ്പോഴും എല്ലാം മെറിറ്റിലാണ് കിട്ടിയത്. അതെ, എയിംസിലെ എൻട്രൻസ് എക്സാം പാസ്സായി അതിലൊരു നല്ല റാങ്ക് വരുമ്പോഴാണ് നമുക്ക് മെറിറ്റോറിയസ് എന്ന് പറയാം. എയിംസിലല്ലാതെ നമുക്ക് ഒരു മാനേജ്മെന്റ് സീറ്റോ അങ്ങനെയൊന്നുമില്ല. അതെ. ഡോക്ടർ വീടിനെ കുറിച്ചൊന്നും പറയാം. ഫാദർ, മദർ, ബ്രദേഴ്സ് അങ്ങനെ ആരെങ്കിലും അതേക്കുറിച്ച്? ഞാൻ ആലപ്പുഴയിലെ പുന്നപ്രയിലെ റെസിഡന്റ് ആണ്. അവിടെ ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, ഒരു ബ്രദർ ഉണ്ട്, അമ്മുമ്മയുണ്ട്. അപ്പൊ ഫാദർ മിസ്റ്റർ സന്ധ്യാവ് KJ, പുള്ളി അവിടുത്തെ സെന്റ് അലോഷ്യസ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ. അമ്മ അവിടെ തന്നെ ജസീന്ത സന്ധ്യാവ്, അവിടെ തന്നെ അധ്യാപികയാണ്, ഹിന്ദി ടീച്ചറാണ്. അനിയൻ അവനും ഡോക്ടറാണ്, സഞ്ജീവ് സന്ധ്യാവ്. അവൻ MD അനസ്തീഷ്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ. അമ്മുമ്മ വീട്ടിലുണ്ട് ഞങ്ങളുടെ കൂടെ. ഞാൻ അമ്മുമ്മയെ കണ്ടിട്ടുണ്ട്. അമ്മുമ്മയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അമ്മുമ്മ വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഒരു ജോയ്ഫുൾ ലേഡിയാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ റേഡിയോ നിൽക്കുന്നത് കുട്ടനാടിൻ്റെയും കടൽ തീരത്തിൻ്റെയും മധ്യത്തിലാണ്. ഞങ്ങളുടെ ഒരു ഇവിടെ ഇത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ഡൽഹി അവരാണ് ഇങ്ങനെ ഒരു റേഡിയോ സംവിധാനത്തിന് കമ്മ്യൂണിറ്റി റേഡിയോ അനുവദിച്ച് തന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ പോയപ്പോൾ അവർ നമ്മുടെ ഫോക്കസ് ഏരിയ എന്താണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു മീൻപിടുത്തക്കാരാണ്, പ്രത്യേകിച്ചും ഈ പ്രദേശം മുഴുവനും ബഹുഭൂരിപക്ഷം അവർക്ക് വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ഒരു റേഡിയോ ഒക്കെ അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി തന്നതാണ് യഥാർത്ഥത്തിൽ. പക്ഷേ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കമ്മ്യൂണിറ്റി റേഡിയോ എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തുള്ള മുഴുവൻ പേരെ അറ്റൻഡ് ചെയ്യണം. ഒരു ഈ റേഡിയോ കിട്ടുന്ന ബൗണ്ടറിയിലുള്ള എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യണം. അപ്പം ഞങ്ങൾക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കടൽ തീരവും കുട്ടനാടുമാണ്. ഈ കുട്ടനാട്ടിൽ നിന്ന് നിത്യേന എന്നോണം ഞങ്ങൾക്ക് ടെലിഫോൺ കോളുകൾ കിട്ടാറുണ്ട്. അവർ മിക്കപ്പോഴും വിളിച്ചു പറയുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, വെള്ളക്കെട്ട് അവർക്കൊരു പ്രശ്നമാണ്, എപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കും. രണ്ടാമത്തത്, ഈ വെള്ളം ഇത്രയും കയറുമ്പോഴും അവർക്ക് കുടിവെള്ളമില്ല. ഇപ്പോഴും അത് തന്നെ പ്രശ്നമാണ്, കുടിവെള്ളമില്ലാത്ത കാര്യങ്ങൾ. അതൊരു ബുദ്ധിമുട്ടാണ് അവർക്ക്. അതേക്കാളും ഉപരി ഏറ്റവും പ്രയാസപ്പെടുന്നത് അവിടെയുള്ള മിക്കവാറും വീടുകളിൽ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. അത് എനിക്ക് അതേക്കുറിച്ച് ശാസ്ത്രീയമായി പറയാനൊന്നും അറിഞ്ഞുകൂടാ.
പക്ഷേ എന്നാലും കേട്ടിട്ടുള്ളത് ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ കൃഷിയൊക്കെ നടത്തുന്നതെന്നും, അപ്പോൾ അത് വെള്ളത്തിലും എല്ലാത്തിലും ഒക്കെ അലിഞ്ഞു ചേർന്ന് ഇതൊക്കെ ഇവരുടെ ബ്ലഡിലും എല്ലായിടത്തും ഒക്കെ എത്തി മിക്കവാറും പേർക്ക് ഈ അസുഖം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വിളിക്കാറുണ്ട്, വിളിച്ചിട്ട് പറയും വല്ല ക്യാമ്പൊക്കെ നടത്താമോ, ഡോക്ടേഴ്സിനെ വല്ലവരും കൊണ്ടുവരാമോ, ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ അവർ വിളിച്ചു പറയുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയത് കൂടുതലും കുട്ടനാടാണ് ഇത് കൂടുതലെന്നാണ്. പക്ഷേ അതുപോലെ സമാനമായ രീതിയിൽ തന്നെ കടൽ തീരത്തുമുണ്ട്. മിക്കവാറും പേർക്ക് ഈ പറയുന്ന അസുഖമുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ അസുഖം പിടിപെട്ടാൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ പണ്ടത്തെ പോലെ ആകുലപ്പെടേണ്ട കാര്യമില്ല, സുഖം പ്രാപിക്കാം എന്നുള്ളൊരു ധാരണയുണ്ട്. എങ്കിൽ പോലും ഒരു കുടുംബത്തിൽ സാധാരണ വീട്ടിലെ ഒരാൾ ഇതിനകത്ത് പെട്ടുപോയാൽ ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മുഴുവൻ തകരും. പല പല സാഹചര്യങ്ങളിലും അവർക്ക് ചിലപ്പോഴെങ്കിലും റിക്കവറി ഇല്ലാതെയും വരുന്നു. അപ്പോൾ ആ കുടുംബം വല്ലാണ്ട് വിഷമിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ നമുക്കിനി വേണ്ടത് ഡോക്ടറുടെ ഒരു ഉപദേശം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ ക്യാൻസർ വരാതിരിക്കാൻ എന്തെങ്കിലും പ്രിക്കോഷൻസ് ചെയ്യാൻ പറ്റുമോ, വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും കാര്യങ്ങളും, ട്രീറ്റ്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, കംപ്ലീറ്റ്ലി ക്യൂർഡ് ആകുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ശ്രോതാക്കളോട് സംസാരിക്കും. നമുക്ക് ഓരോ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കും. തുടക്കത്തിൽ നമുക്കൊരു അതിനെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അച്ഛൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം. അതെ അതെ. ക്യാൻസറിനെ ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് ആണുങ്ങൾക്ക് മെയിൽസിൽ ഏറ്റവും കൂടുതൽ വരുന്ന ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഓറൽ ക്യാവിറ്റി, വായിൽ വരുന്ന ക്യാൻസർ, രണ്ടാമത്തേത് ലങ് ക്യാൻസറാണ്. ലങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിന് വരുന്ന ക്യാൻസർ, മൂന്ന് അന്നനാളത്തിൽ വരുന്ന ക്യാൻസർ, ഇസോഫാഗസ് ആൻഡ് സ്റ്റൊമക്കിലെ ക്യാൻസർ. അപ്പോൾ ഈ മൂന്ന് ക്യാൻസറുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആണുങ്ങളിൽ കാണപ്പെടുന്നത്. പെണ്ണുങ്ങളിൽ ബ്രസ്റ്റ് ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, ഓവേറിയൻ ക്യാൻസർ, അവരുടെ പ്രത്യുൽപാദന അവയവങ്ങളെ സംബന്ധിച്ച ക്യാൻസറുകളാണ്. അപ്പോൾ ക്യാൻസർ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കിയാൽ നമുക്കിത് കുറച്ചുകൂടെ പെട്ടെന്ന് അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ന് മനസ്സിലാവും. ഇതുണ്ടാവുന്നത് ബേസിക്കലി ആണുങ്ങളിൽ കാണപ്പെടുന്ന ഈ മൂന്ന് ക്യാൻസറുകളും ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണം പുകയിലയുടെ ഒരു ഇതാണ്, ഇൻഫ്ലുവൻസ് ആണ്. പുക വലിയാവാം, നമ്മൾ ചവയ്ക്കുന്ന ഇപ്പോൾ ശംഭു അതുപോലുള്ള പാൻപരാഗ് അതുപോലുള്ള ഉൽപ്പന്നങ്ങളാവാം. അത് കൂടാതെ തന്നെ ഇതരമായ ഈ ലഹരി പദാർത്ഥങ്ങൾ, അവയുടെ ഉപയോഗവും നമുക്ക് ഈ മൂന്ന് ടൈപ്പ് ഓഫ് ക്യാൻസറിന് വളരെ അധികമായി കണ്ടുവരുന്നുണ്ട്. ഞാനൊരു കാര്യം കേട്ടിരിക്കുന്നത്, നമ്മൾ പുക വലിക്കുന്നില്ലെങ്കിലും എൻ്റെ അടുത്തിരുന്നൊരു ആൾ പുക വലിച്ചാലും എനിക്ക് അസുഖം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. അതായത് നമ്മൾ ജീവിക്കുന്നത് ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന സാധനത്തിലാണ്. ഈ അറ്റ്മോസ്ഫിയറിലുള്ള വായു നമ്മൾ കണ്ടിന്യൂസ്ലി ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള എയർ ക്വാളിറ്റി എന്ന് പറയും. എയർ ക്വാളിറ്റി മോശമായാലും നമ്മുടെ ഈ ലങ്സിനെയും വായിനെയും അന്നനാളത്തിനെയൊക്കെ ബാധിക്കും. എല്ലാവരുടെയും വിചാരം സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലങ് ക്യാൻസറേ വരുമെന്നാണ്. പക്ഷേ ഓറൽ ക്യാവിറ്റി ക്യാൻസറും അന്നനാളത്തിലെ ക്യാൻസറും എല്ലാത്തിൻ്റെയും ഏറ്റവും മേജർ റീസൺ സ്മോക്കിംഗ് ആണ്. അപ്പോൾ സ്മോക്ക് ചെയ്യാതിരുന്നാൽ തന്നെ ഒരു നല്ല ശതമാനം ക്യാൻസറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ സ്മോക്കിങ്ങിലൂടെ ക്യാൻസർ മാത്രമല്ല വരുന്നത്, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ആങ്സൈറ്റി ഡിസോർഡർ, COPD, ആസ്മ, ഇതുപോലുള്ള ഒരുപാട് അസുഖങ്ങളുണ്ടാവും. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി സ്മോക്കിംഗ് കൺട്രോൾ ചെയ്താൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളെ കൺട്രോൾ ചെയ്യാം. അതൊന്ന്. രണ്ട്, ഫീമെയിൽസിൽ കണ്ടുവരുന്ന ക്യാൻസർ. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന കാരണം നമ്മുടെ ജനിതക മാറ്റങ്ങളാണ്, ജനറ്റിക് ചേഞ്ചസ് ആണ്. അതായത് നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് ക്യാൻസർ വന്നാൽ നമുക്ക് ഒരു ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതെ. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം ബ്രസ്റ്റ് ക്യാൻസർ ആണ്. നമ്മുടെ അമ്മയ്ക്കോ ആന്റിക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് ക്യാൻസർ ഉണ്ട്, അപ്പൊ ആ ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടിക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് പ്രിവെന്റ് ചെയ്യാൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് ഒരു പ്രായപൂർത്തിയാവുന്ന കാലം തൊട്ടിട്ട് അതിനെ എക്സാമിൻ ചെയ്ത് തുടങ്ങണം. ആ കുട്ടി അല്ലെങ്കിൽ സെൽഫ് എക്സാമിനേഷൻ ചെയ്യാം. ബ്രസ്റ്റ് എക്സാമിനേഷൻ സെൽഫായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് എക്സാമിൻ ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ ക്യാൻസറിനെ അത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. രണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇത് ശുദ്ധമായിരിക്കുക, ഫ്രഷ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടനാട്ടിലെ സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് ഈ സ്മോക്കിംഗ് തന്നെയാണ്, പുകയിലയുടെ ഉപയോഗം. സ്മോക്കിംഗ് മാത്രമല്ല,
ചവയ്ക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ്. കാരണം 2, അവർ ലെവലിൽ കൂടുതലായി കീടനാശിനികൾ ഉപയോഗിക്കുകയും അത് ഈ മഴവെള്ളത്തിലൂടെ ചോർന്ന് നമ്മുടെ കുടിവെള്ളത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ഗ്രൗണ്ട് വാട്ടറിൽ പെസ്റ്റിസൈഡ് കണ്ടന്റ് വളരെ കൂടുതലാണ് കുട്ടനാട്ടിൽ. അപ്പോൾ അതിലും ഒരു പൊളിറ്റിക്കൽ സാധനം കൂടെയാണ്. അതായത് ഒരു ഗവൺമെന്റ് കൂടെ ഇടപെട്ട് ശരിയാക്കേണ്ട ഒരു കാര്യം. അതെ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൺട്രോൾ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് കുട്ടനാട് മേഖലയിലുള്ള ക്യാൻസറുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി തീരദേശ മേഖലയിൽ കണ്ടുവരുന്നതും ഇത് തന്നെയാണ്. ഒന്ന്, തീരദേശ മേഖലയിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഒരു ഫാക്ടറാണ് ആൽക്കഹോൾ യൂസ്. എല്ലായിടത്തും ഉണ്ടെങ്കിലും അതെ, ആൽക്കഹോൾ യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. എസ്പെഷ്യലി നമ്മൾ കാണുന്ന കടൽ തീര മേഖലയിൽ ഏറ്റവും കൂടുതലുള്ള ക്യാൻസർ അറിയാം, അത് നമ്മുടെ അന്നനാളത്തിലും പിന്നെ ആമാശയത്തിലും വരുന്ന ക്യാൻസറുകളാണ്. കാരണം ഏറ്റവും വലിയ കാരണം അത് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതാണ്. അതാണല്ലേ, ആൽക്കഹോളിസം കൂടുതലാണ് തീരത്ത്. അത് ശരിയാണ്. അപ്പൊ ഇതാണ് നമ്മൾ കൂടുതലായി കണ്ടുവരുന്നത്. അതിന് ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ട്. അതിനും ജനിതകമായ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു ഫാമിലിയിൽ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു അപ്പനോ അല്ലെങ്കിൽ ഒരു അപ്പനോ ക്യാൻസർ ഉണ്ടെങ്കിൽ ആ ഫാമിലിയിലുള്ള മറ്റു ആൾക്കാർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ജനിതക സാധ്യതയുണ്ടല്ലേ? അതെ, ഞാനത് ഇല്ലെന്ന് കരുതിയിരുന്നതാണ്. ഇല്ല, കോളൻ ക്യാൻസർ, ഇസോഫാഗസ് ക്യാൻസർ, ഇവയിലെല്ലാം ജനിതക മാറ്റങ്ങൾ. ഓക്കെ, അപ്പൊ അതിനും നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഇത് പടരുകയല്ലോ, പകരുന്ന ക്യാൻസർ പകരുന്ന അസുഖമല്ല. അല്ലല്ലോ, അല്ല. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്ന ക്യാൻസർ അങ്ങനെ വരുന്നില്ല. അല്ല, അത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റാണ് സെൽ, കോശത്തിനുള്ളിൽ വരുന്ന DNA-യിലുള്ള ചേഞ്ചസ് ആണ് നമുക്ക് ക്യാൻസർ. അത് പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയ പോലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു അസുഖമല്ല. ഒരിക്കലൊരു ക്യാൻസറിൻ്റെ ഒരു കാര്യം ശ്രദ്ധിച്ചപ്പോൾ അന്ന് ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഈ നമ്മൾ എന്താണ് മിഠായി ഐറ്റംസ് ഒക്കെ ഇല്ലേ, പ്രത്യേകിച്ചും കാഡ്ബറീസ് അങ്ങനത്തെയൊക്കെ, അത് തുടർച്ചയായി കഴിച്ചാൽ കുഴപ്പമുണ്ടോ? അങ്ങനെ ഒരു അസോസിയേഷൻ മെഡിക്കൽ സയൻസിൽ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. മിഠായി കഴിക്കുന്നത് കൊണ്ടോ ചോക്ലേറ്റ് ഒരുപാട് ക്യാൻസർ ഉണ്ടാവാം എന്നൊരു അസോസിയേഷൻ ഇതുവരെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല. ഇല്ല, പക്ഷേ ചില കാര്യങ്ങൾ പ്രൂവൺ ആണ് മെഡിക്കൽ സയൻസിൽ. അതായത് ചില വൈറസുകൾ, നമുക്ക് വരുന്ന ചെറിയ ഇൻഫെക്ഷനുകൾ, HPV വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസ് ഉണ്ട്. അത് നമ്മുടെ സെർവൈക്കൽ ക്യാൻസർ, സെർവിക്സിന് വരുന്ന ക്യാൻസറിനും തൊണ്ടയിൽ വരുന്ന ക്യാൻസറിനും അസോസിയേഷൻ ഉണ്ട്. അപ്പൊ ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇന്ന് നമ്മുടെ ലോകത്ത്, നമ്മുടെ രാജ്യത്തും വാക്സിനുകളുണ്ട്. അതെ, അതേപോലെ ഒരു വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ഒരാൾക്ക് ലിവർ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ നമുക്കത് വരാതിരിക്കാനുള്ള വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഉണ്ട്. അപ്പോൾ എസ്പെഷ്യലി ഹൈ റിസ്ക് ഡോക്ടേഴ്സ് ആവട്ടെ, നഴ്സസ് ആവട്ടെ, കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നവരാവട്ടെ, അതേപോലെ തന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള നീഡിൽ ഇഞ്ചുറി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ എടുക്കേണ്ടി വരുന്ന ആൾക്കാർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കാറുണ്ട്. അത് ലിവറിന് വരുന്ന ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യും. അതെ, അതേപോലെ തന്നെ സെർവിക്സിന് വരുന്ന ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ HPV വാക്സിനേഷനും ഇന്ന് അവൈലബിൾ ആണ്. ഈ ഹെപ്പറ്റൈറ്റിസ് ബി അതിൻ്റെ ഒരു വാക്സിൻ അത് എല്ലാവർക്കും അറിയാമോ? അത് അങ്ങനെ അത്ര ഫ്രീക്വന്റ് അല്ലെന്ന് തോന്നണം. അതെ, ഇന്ന് ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ലെവലിൽ വരെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ചെന്നാലോ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചെന്നാലോ അത് എടുക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. യങ് ഗേൾസിനാണ് ഇത് റെക്കമെൻഡഡ് ആയിട്ടുള്ളത്. 9 മുതൽ 13 വയസ്സ് വരെ. ചില കേസുകളിൽ നമുക്കത് 18 ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ വാക്സിൻ എടുക്കുന്നത് വളരെ ഉചിതമാണ്. കാരണം സർവൈക്കൽ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് ഇന്ന് ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഭാഗമായിട്ടാണ് അത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതെ, ഗവൺമെൻറ് തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പം ഈ അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പം നമുക്കതിൻ്റെ സിംറ്റംസ് എങ്ങനെ അറിയും? എങ്ങനെ ഇത് എന്തെങ്കിലും സിംറ്റംസ് പറയാൻ പറ്റും? അതെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ് സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ സിംറ്റംസിനെ പറ്റി സംസാരിക്കുമ്പോൾ ഓരോ സൈറ്റ് സ്പെസിഫിക് ആയിട്ട്, അത് ശരീരത്തിൽ ഏത് ഭാഗത്താണ് ക്യാൻസർ എന്നതിനോട് തുലിതമായിട്ടാണ് സിംറ്റംസ് വരിക. ഒന്ന്, ലങ്ങിൽ ഒരു ക്യാൻസർ വരുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അയാൾ യൂഷ്വലി പ്രസൻറ്റ് ചെയ്യുക, നമ്മുടെ അടുത്ത് വരിക, ചുമ, രക്തത്തോടു കൂടെയുള്ള ചുമ, അല്ലെങ്കിൽ നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ചുമ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹിസ്റ്ററി ഉണ്ടാവും, സ്മോക്കിങ്ങിൻ്റെയോ എന്തെങ്കിലും. അതെ. രണ്ടാമത്തത് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ പറയുകയാണ്. രണ്ടാമത്തത് വായിൽ വരുന്ന ക്യാൻസർ. അതൊരിക്കലും ഒരു ദിവസം പൊട്ടി മുളയ്ക്കുന്ന ഒരു ക്യാൻസർ അല്ല. വായിൽ ഉണങ്ങാത്തൊരു മുറിവ്, അല്ലെങ്കിൽ
എപ്പോഴും ഇളക്കം തട്ടുന്ന പല്ലുകൾ, ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഉണങ്ങാത്ത മുറിവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ് കുഡ് ലീഡ് ടു ക്യാൻസർ. അതായത് അതൊരു ക്യാൻസറിലേക്ക് മാറ്റപ്പെടാം, ട്രാൻസ്ഫോർമേഷൻ വരാം. അതാണ്. മൂന്നാമത്തേത് അന്നനാളത്തിലെ. യൂഷ്വലി അന്നനാളത്തിലെ ക്യാൻസർ ഒരു സ്റ്റേജ് 3 നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ കഴിക്കുന്ന വേഗത്തിൽ പുറത്തേക്ക് വരുന്നു. ഇങ്ങനെ ഒരു സിംറ്റമാണ് അന്നനാള ക്യാൻസറിൽ വരിക, ഇസോഫേജിയൽ ക്യാൻസറിന്. അല്ലെങ്കിൽ പെയിൻ അനുഭവപ്പെടുക, ഭക്ഷണം കഴിക്കുമ്പോൾ ചെസ്റ്റിൽ പെയിൻ അനുഭവപ്പെടുക. അതെ, ഇതാണ് അതിന്റെ ഒരു സിംറ്റം. നേരെ മറിച്ച് ബ്രസ്റ്റ് ക്യാൻസറിലാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഒരു മുഴയായിട്ടാണ് വരിക. അപ്പോൾ ഫ്രീക്വന്റ്ലി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ മുഴ ഫീൽ ചെയ്യുകയോ ചെയ്താൽ ഒരു ഡോക്ടറെ കണ്ട് അത് ഫർദർ ഇവാലുവേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതിനെന്തോ ഒരു മാമോഗ്രഫി. മാമോഗ്രഫി എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിന്റെ ഒരു എക്സ്റേ പോലെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ, അൾട്രാസൗണ്ട് എക്സ്റേ പോലെ. അതിൽ നമുക്ക് കാണാൻ പറ്റും ബ്രസ്റ്റിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന എന്തെങ്കിലും മുഴ ഇതിനകത്തുണ്ടോ ഉണ്ടെങ്കിൽ അവർക്ക് ഡൗട്ട് തോന്നിയാൽ അത് അവർ ബയോപ്സിയോ FNAസോ ചെയ്ത് കൺഫേം ചെയ്യും. അതൊരു ക്യാൻസർ ആയിട്ട് മാറുകയാണെങ്കിൽ അത് അവർ ഓപ്പറേറ്റ് ചെയ്ത് അതിനെ നമുക്ക് ഭേദപ്പെടുത്താനായിട്ട് പറ്റും. ഓക്കെ. അപ്പം ഈ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഞാൻ തന്നെയും 1-2 സ്ഥലത്ത് ഈ ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് വെച്ചിട്ടുണ്ട്. വളരെ പ്രയാസമാണ് ആരെങ്കിലും കൊണ്ടുവരാൻ. കാരണം മിക്കവാറും ആളുകൾക്ക് ഇതൊരു ഭയമാണ്. ഇപ്പം ഞാനിവിടെ സമാധാനമായിട്ട് ജീവിക്കുകയാണ്, ഇനി നിങ്ങൾ ക്യാമ്പിൽ വന്നിട്ട് എനിക്ക് രോഗമാണെന്നറിയാൻ എനിക്ക് താല്പര്യമില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവെ ആളുകളിലുണ്ട്. ഇപ്പം അത് മാറി വരുന്നുണ്ട്, എങ്കിലും അങ്ങനെ ഉണ്ട്. അങ്ങനെ ഉണ്ടാവും അല്ലേ ആളുകൾക്ക്? അങ്ങനെ അതൊരു പ്രോപ്പറായിട്ട് ആൾക്കാർക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണ്. അതായത് ഇന്ന് നടക്കുന്നുണ്ട് അവയർനെസ് ക്യാമ്പുകൾ ആണ് നടക്കുന്നത്. നമ്മൾ ഡിറ്റക്ഷൻ ക്യാമ്പിനേക്കാളും കൂടുതൽ അവയർനെസ് ക്യാമ്പുകൾ ആണ് കുറച്ചുകൂടെ എഫക്റ്റീവ് അതിൽ. അതായത് നിങ്ങൾക്ക് ഷുഗറാണ് എന്ന് പറയുമ്പോൾ ഒരാൾ പേടിക്കില്ല. പക്ഷേ ഷുഗർ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത്. ക്യാൻസറിനേക്കാളും ഭയാനകമായ അസുഖമാണ് ഷുഗർ, ഡയബറ്റിസ് എന്ന്. 2, ക്യാൻസർ ആണ് എന്ന് പറയുമ്പോൾ അവർ പേടിക്കുന്നതിന്റെ കാരണം ക്യാൻസറിന് ക്യൂർ ഇല്ല എന്നുള്ള ഒരു മിഥ്യാധാരണ. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഏറ്റവും ആദ്യത്തെ സ്റ്റേജുകളിൽ ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയാൽ, ഇങ്ങനത്തെ ക്യാമ്പുകൾ വഴിയോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ വഴിയോ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയാൽ അതിനെ പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്യാൻ പറ്റും. അതെ, അതുകൊണ്ട് ഇത് സുഖപ്പെടുന്ന ഒരു രോഗം. അതെ. ഇനി നിങ്ങളത് ഡിറ്റക്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ക്യാമ്പിൽ പോവാതെ ടെസ്റ്റ് ചെയ്യാതെ ഇരുന്ന് അത് ശരീരത്തിന്റെ പല ഭാഗത്ത് സ്പ്രെഡ് ചെയ്താൽ സ്റ്റേജ് 4 ക്യാൻസർ എന്ന് പറയുന്നത്, അതിനെ ക്യൂർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ സ്വയം ലൈഫിനെ റിസ്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ റിസ്ക് ഒഴിവാക്കി ആദ്യം തന്നെ ഒരു ഡിറ്റക്ഷൻ ക്യാമ്പിന് പോയി ടെസ്റ്റ് ചെയ്ത് അത് കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഇല്ല എങ്കിൽ അത്രയും നല്ലത്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കുകയും ചെയ്യാം. അതെ, കാരണം നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള ക്യാമ്പിലൊക്കെ പോകുമ്പോൾ ഒരു ഏർലി ഡിറ്റക്ഷൻ ആണ് നടക്കുന്നത്. അതെ, അത് നല്ല കാര്യമാണ്. അതെ, അങ്ങനെ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പം മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ ഒരുപാട് മെഡിസിൻ ഉണ്ടെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. മുമ്പ് ഇങ്ങനെ ഇതിന് മരുന്നില്ലെന്ന് വരെ കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ്? ക്യാൻസറിന്റെ ചികിത്സയെ പറ്റി പറഞ്ഞാൽ അതിനെ നമുക്ക് 4 രീതിയിലാണ് കാണേണ്ടത്. ഒരു ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ചികിത്സിക്കേണ്ട അസുഖമല്ല. ഒന്നാമത്തേത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിൽ വരുന്ന ഡോക്ടേഴ്സിനെ പറ്റി പറയും. ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റ് എന്ന് പറയും, ക്യാൻസറിന്റെ സർജൻ. ആദ്യമായിട്ട് നമുക്ക് ശരീരത്തിൽ ഒരു മുഴ അനുഭവപ്പെടുകയോ ഒരു ഉണങ്ങാത്ത മുറിവോ കാണുകയാണെങ്കിൽ ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ജനറൽ സർജന്റെ അടുത്തോ പോയാൽ അവരതിനെ നോക്കി അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം. അതിന് മടി വിചാരിക്കരുത്. 2, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് എന്ന് പറയും. മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ക്യാൻസറിന് കീമോ കൊടുക്കുന്ന ഡോക്ടറാണ്. ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ ക്യാൻസറുകൾക്കും കീമോയും സർജറിയും ഓപ്ഷനാണ്. 3, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്. റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസറുകളെ ചില സമയത്ത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ചില സമയത്ത് കീമോ കൊടുത്താൽ മാത്രം പോരാ. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു 90% ഓഫ് ക്യാൻസേഴ്സിന് നമ്മൾ റേഡിയേഷൻ കൊടുക്കണം. ഇത് റേഡിയേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുറിക്കുന്നത് പോലെയോ മരുന്ന് കൊടുക്കുന്നത് പോലെയല്ല. ആൾക്ക് അറിയാനേ പറ്റില്ല. ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. ആൾ അറിയുകയില്ല. വരിക, കിടക്കുക, റേഡിയേഷൻ എടുത്തു പോയി. അതിനിടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ആൾക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഉള്ളിലെ റേഡിയേഷൻ ആ ക്യാൻസർ കോശങ്ങളെ നശിപ്പിച്ചു കളയും. അപ്പോൾ ഈ 3 ട്രീറ്റ്മെന്റ് ഉള്ളത്. ഇതിൽ 4ാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പാലിയേറ്റീവ് മെഡിസിൻ. ഒരു ക്യാൻസർ രോഗി എന്തിനാണ് ക്യാൻസറിന് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അയാൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ. പെയിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.
2, അയാൾക്ക് അതുകൊണ്ട് ഫങ്ഷണാലിറ്റി കുറയും. അതായത് അയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കഷ്ടങ്ങളെയൊക്കെ അതൊരു സ്റ്റേജ് 1 ക്യാൻസർ ആണെങ്കിൽ പോലും പാലിയേറ്റീവ് മെഡിസിൻ ഡോക്ടറാണ് ഈ സിംറ്റംസിനെ എല്ലാത്തിനെയും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ടൈപ്പ് ഓഫ് ഡോക്ടേഴ്സാണ് ഇവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. മരുന്നുകളെ പറ്റി പറഞ്ഞാൽ ഇന്ന് ലോകത്ത് ഓൾമോസ്റ്റ് എല്ലാം ലൈക്ക് ഒരു 90% ക്യാൻസറുകൾക്കും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. കീമോകളുണ്ട്, സർജറികളുണ്ട്, അതെ. വളരെ കുറച്ച് അസുഖങ്ങളേ ഉള്ളൂ, എസ്പെഷ്യലി പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന ക്യാൻസറുകൾ, പുതിയ ടൈപ്പ് ഓഫ് ക്യാൻസർ, അതിനെ ചികിത്സിക്കാനുള്ള സ്റ്റഡികളും റിസർച്ച്, അതായത് ബേസിക്കലി ഒരു റിസർച്ച് അതിനുവേണ്ടി നടക്കുന്നു. അപ്പോൾ വരും കാലങ്ങളിൽ നമ്മൾ പുതിയ ട്രീറ്റ്മെൻറ്റ്സും കാണും. ഏറ്റവും കുറവ് ടോക്സിസിറ്റി, ഏറ്റവും കുറവ് സൈഡ് എഫക്റ്റോട് കൂടിയുള്ള കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കണ്ടുപിടിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാം ഓൾമോസ്റ്റ് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയൊക്കെ മോർട്ടാലിറ്റി, അതായത് ബ്രസ്റ്റ് ക്യാൻസർ കൊണ്ടുള്ള മരണങ്ങൾ ഭയങ്കര കുറഞ്ഞിട്ടുണ്ട്. അതെ. ഇന്ത്യ ക്യാൻസർ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഡയബറ്റിസ് ഇസ് മോർ സിവിയർ ദാൻ ക്യാൻസർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. കാരണം ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കും, ട്രീറ്റ്മെന്റ് എടുക്കും. ഡയബറ്റിസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കില്ല, ട്രീറ്റ്മെന്റ് പോലും എടുക്കില്ല. ഇറ്റ് കോസസ് ലോ ഡെത്ത്. അതെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ ഒരു ഓപ്പറേഷൻ ചെയ്ത് എന്ന കാര്യമൊക്കെ, അപ്പോൾ ബയോപ്സി എടുക്കുന്ന ഒരു കാര്യമില്ല. അതെ. അപ്പം അത് എൻ്റെ ഒരു തെറ്റിദ്ധാരണയാണോ അല്ലോ എന്നോട് പറഞ്ഞു തന്ന തെറ്റിദ്ധാരണ എന്തെങ്കിലും ആയിരിക്കും. ചില ആൾക്കാരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബയോപ്സി എടുപ്പിക്കരുത്, അതിന് തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പടരുമെന്ന്. അത് ശരിയാണോ? ഇല്ല, അങ്ങനെ ഒരു ബേസ് ഇല്ല ക്യാൻസറിന്. അതായത് നമ്മളുടെ ശരീരത്തിൽ വളർന്നു വരുന്ന ഒരു മുഴ, അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗം അല്ല, അതിന് വേറൊരു സാധനമായിട്ട് തന്നെ നമ്മൾ കാണണം. പക്ഷെ അത് എന്താണെന്ന് മനസ്സിലാക്കാതെ അതിന് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റില്ല. പനിയാണെന്ന് പറഞ്ഞ് നമ്മളൊരു ഡോക്ടറെ കാണുമ്പോൾ അയാൾ എന്തുകൊണ്ടാണ് ആ പനി വന്നത്, എങ്ങനത്തെ പനിയാണ് എന്നറിഞ്ഞിട്ടേ അയാൾ അതിനുള്ള മരുന്ന് തരും. ആന്റിബയോട്ടിക് തരണമെങ്കിൽ പോലും അയാൾ അത് ഏത് ബാക്ടീരിയക്കുള്ള ആന്റിബയോട്ടിക് ആണെന്ന് അറിഞ്ഞിട്ടേ അത് തരാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അവസരം നിൽക്കെ നമ്മൾ ക്യാൻസറുകൾ ആയിരക്കണക്കിന് ടൈപ്പ് ഓഫ് ക്യാൻസറുകൾ, ഒറ്റ ടൈപ്പ് അല്ല. ക്യാൻസർ എന്ന് പറയുന്ന വലിയൊരു അംബ്രല്ലയാണ്. അതിന്റെ കീഴിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ എല്ലാത്തിനും ഒരു മരുന്നുമല്ല കൊടുക്കുന്നത്. വേറെ ക്യാൻസറുകൾക്ക് വേറെ മരുന്നുകൾ, വേറെ ട്രീറ്റ്മെന്റുകളാണ്. ചിലതിന് നമുക്ക് സർജറി ചെയ്യേണ്ട ആവശ്യം വരില്ല. ചിലതിന് റേഡിയേഷൻ ആണ് കൊടുക്കേണ്ടത്, ചിലതിന് ഒരു പർട്ടിക്കുലർ കീമോ, ചിലതിന് വേറെ പർട്ടിക്കുലർ. അപ്പൊ നമ്മൾ ആദ്യം അറിയണം എന്ത് ടൈപ്പ് ഓഫ് ക്യാൻസർ. അതിന് ബയോപ്സി ചെയ്താലേ അറിയാൻ പറ്റത്തുള്ളൂ. അതെ. അല്ല, അങ്ങനെ അവിടെ നിന്ന് ഒരു കോശം ഇങ്ങനെ എടുത്ത് ലാബിലേക്ക് അയക്കുവാണല്ലോ ചെയ്യുന്നത്. അതെ. അങ്ങനെ അങ്ങനെ എടുക്കുന്നത് കൊണ്ട് മാത്രം അതിൻ്റെ ഇത് പടരുമോ ശരീരത്തിൽ? ഇല്ല, അങ്ങനെയല്ല, അങ്ങനെ പടരാറില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അടഞ്ഞിരിക്കുന്ന ഒരു ക്യാൻസറിന് അല്ലാതെ തന്നെ പടരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ അതിനകത്തൊന്നും ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മൾ അത് കണ്ടുപിടിച്ച് അതിനെതിരെ ട്രീറ്റ്മെന്റ് ചെയ്താൽ അതിന് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് നല്ല രീതിയിൽ കുറയുകയും ചെയ്യും. അപ്പോൾ അതൊരു തെറ്റായ ധാരണയാണ് ചില ആളുകൾ പറഞ്ഞു പരത്തുന്നതൊക്കെ. ഓക്കെ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡോക്ടർ ഇത് പറഞ്ഞത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കൽക്കട്ടയിലാണ്. അതെ, എയിംസ് കല്യാണി എന്ന് പറയും, കൽക്കട്ടയിലെ ഒരു ചെറിയ ടൗണാണ്. ഓക്കെ. കേരളത്തിലേക്ക് വരാൻ പ്ലാൻ ഉണ്ടോ? കേരളത്തിലേക്ക് വരാൻ പ്ലാൻ ഉണ്ട്. കുറച്ച് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വേണ്ടിയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് കുറച്ച് അഡ്വാൻസ്ഡ് കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം പഠിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു ഇതായി. അല്ല, ഇവിടെ വരണം, കേരളത്തിലേക്ക് വരണം. കാരണം ഡോക്ടറെ പോലുള്ള പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ള ഡോക്ടേഴ്സ് ഇവിടെ വരികയും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വലിയ ഒരു സർവീസിന് സാധ്യതയൊരുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ തങ്ങാതെ ഒരു കാര്യം കൂടി, പേഴ്സണലായിട്ടുള്ളൊരു കാര്യം, സാറിന് വിവാഹിതനാണോ? അതെ. വൈഫിന്റെ പേര് അമല സജീവ്. വൈഫ് ഇപ്പോൾ അവിടെ തന്നെ എയിംസ് കല്യാണിയില് അവിടെ തന്നെ വർക്ക് ചെയ്യുന്നു. അതെ. MDG ആണ്, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഫിസിക്കൽ മെഡിസിൻ. അതെ. അത് ശരി. പുള്ളി എവിടുത്തെ കാര്യമാണ്? പുള്ളി എറണാകുളം കാര്യമാണ്. വൈപ്പിൻ. അതെ. ഓക്കെ. പേര് ഒന്നും കൂടി പറയാം. അമല സജീവ്. ഓക്കെ. അപ്പോൾ കുട്ടികളുണ്ടോ? ഇല്ല, കുട്ടികളായില്ല. ഈയിടെ കല്യാണം കഴിച്ചുണ്ടോ? 2 years ആയത്. ഓക്കെ. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഫാദറിനെ അറിയാം, അമ്മുമ്മയെ അറിയാം, പിന്നെ തീർച്ചയായിട്ടും അമ്മയെ അറിയാം. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം,
നിങ്ങളുടെ കുടുംബം വളരെ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. ഫാദറാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും അങ്ങനത്തെ ഇതൊക്കെയാണ്. തീർച്ചയായിട്ടും ഡോക്ടറെ പഠിച്ച് ഇങ്ങനെ സേവനം ചെയ്യുന്ന മേഖല വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മനുഷ്യർ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതും ബുദ്ധിമുട്ടനുഭവിക്കുന്നതും ഒരു മേഖല ഈ ക്യാൻസർ വരുന്നവരാണ്. അപ്പോൾ അവർക്കൊരാശ്വാസം കൊടുക്കാൻ, ഇപ്പോൾ ഈ പറഞ്ഞ ഗംഗാധരൻ ഡോക്ടറെ പോലുള്ളവർ ഒരുപാട് പേർക്ക് ആശ്വാസമാണ്, ഒരു വലിയൊരു അഭയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കാൻ സാധിക്കും. എന്തായാലും ഡോക്ടർ അങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് പേർക്ക് ആശ്വാസം പകരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടി ഡോക്ടറോട് പറയുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് ഡോക്ടറുടെ ജന്മദിനമാണ്. അതെ അതെ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. അതോടൊപ്പം ഇത് റേഡിയോ നെയ്തലിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഇത് ചായയൊക്കെ കുടിക്കാവുന്ന ഒരു കപ്പാണ്. പക്ഷെ ഞങ്ങളതിൽ റേഡിയോ നെയ്തലിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ അങ്ങേക്ക് സമ്മാനമായി നൽകുകയാണ്.